T1 ആലുവയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇതാണ് കേരള സ്റ്റോറി. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. ആലുവ കീഴ്മാട് ശിവഗിരി വിദ്യാനികേതൻ സ്കൂൾ അങ്കണത്തിൽ അക്ഷരാർത്ഥത്തിൽ ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ഒന്നായി ഒരു വേദിയിൽ ജന്മദൌത്യം തിരിച്ചറിയലാണ് വിജയം. മുഹമ്മദ് അനീഷ് IAS. കീഴ്മാട് സബർമതി സൌഹൃദ വേദിയുടെ വാർഷികവും പഞ്ചായത്തിലെ SSLC +2 ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ ജില്ലാ കളക്ടറുമായിരുന്ന മുഹമ്മദ് അനീഷ് IAS മുഖ്യാതിഥിയായി. തന്റെ സൃഷ്ടിപ്പിന്റെ പൊരുൾ തിരിച്ചറിയാൻ ഓരോരുത്തർക്കും കഴിയണമെന്നും അതിനുള്ള കവാടം അറിവാണെന്നും മുഹമ്മദ് അനീഷ് IAS പറഞ്ഞു. ഞാൻ ഈ പരിപാടി ഏറ്റപ്പോൾ മനുഷ്യനെ പലപ്പോഴും അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവുക. അപ്പോൾ സാധാരണ 103 ഡിഗ്രി 104 ഡിഗ്രി എന്നൊക്കെ മറ്റുള്ള ആളുകളുടെ പണിയെപ്പറ്റി പറയുകയും അതോർത്ത് സഹതപിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മനസ്സുകളെ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും നിർവഹിക്കുവാൻ ഈ അടുത്ത കാലത്ത് തന്നെ മലയാറ്റൂർ പള്ളിയിലേക്ക് ഈ ശിവഗിരി സ്കൂളിന്റെ അങ്കണത്തിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ശബ്ദമാകുന്ന ജ്യോതിസ് പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ ജ്വലിച്ചു നിന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ അന്ധകാരത്തിൽ ആണ്ടുപോകുമായിരുന്നുവെന്നാണ് കവി എഴുതി വെച്ചത്. ശബ്ദമാകുന്ന വെളിച്ചം ലോകത്തിന്റെ ആരംഭത്തിൽ മുതൽ ജ്വലിച്ചു നിന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ അന്ധകാരത്തിൽ ആണ്ടുപോയേനെ.
ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന മുഹമ്മദ് ഹനീഷ് സാർ IAS അവർക്ക് സബർമതിയുടെ പേരുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്കിവിടെ സ്വാഗതം പറഞ്ഞ ഷാജി TS അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സബർമതിയുടെ സന്ദേശം ഞങ്ങൾക്ക് നൽകിയ സബർമതിയുടെ രക്ഷാധികാരി ഫൈസൽ ഉസ്താദ് അവർക്ക് സബർമതിയുടെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സ്കൂൾ മാനേജ്മെന്റിന് സബർമതിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. കുറച്ച് ദിവസങ്ങളായി ഈ പരിപാടിയുടെ എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും V1 ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2024 സബർമതി സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 1ാമത് വാർഷികത്തോടനുബന്ധിച്ച് അവാർഡ് ദാനവും ആദരവും നടക്കുന്ന ചടങ്ങിന്റെ വേദിയിലാണെന്ന് V1 ആലുവ എത്തിയിരിക്കുന്നത്. ജാതിമത ഭേദ വ്യത്യാസങ്ങൾ തന്നെയില്ലാതെ, രാഷ്ട്രീയ ചിന്തകൾ ഇല്ലാതെ എല്ലാവരും ഒരുമയോടെ ഒരു മനസ്സോടെ കൂടുന്ന ഒരു കൂട്ടായ്മയാണ് സബർമതി സൗഹൃദം എന്ന് പറയുന്ന കൂട്ടായ്മ. വളരെ പ്രൗഢഗംഭീരമായി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും അച്ചടക്കത്തിന്റെയും പ്രതീകമാണ് സബർമതി സൗഹൃദ കൂട്ടായ്മ എന്ന നാമകരണം. അതിനോടനുബന്ധിച്ച് ഇവിടെ നടന്ന അവാർഡ് ദാനിലെ പ്രമുഖരായ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പരിചയപ്പെടുവാനുണ്ട്. ഈ സൗഹൃദ വേദിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, സൗഹൃദ വേദിയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുവാനായിട്ടാണ് V1 ആലുവ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഉസ്താദിന് തുടങ്ങാല്ലേ? ഉസ്താദെ, ഈ സൗഹൃദവേദിയുടെ ഈ ഇന്നത്തെ ഈ സംരംഭത്തിനെ കുറിച്ച് ഈ 1 വർഷം തികയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? നമസ്കാരം. 2023 കീഴ്മാട് പഞ്ചായത്തിൽ രൂപം കൊണ്ട ഒരു സൗഹൃദ വേദിയാണ് സബർമതി സൗഹൃദ വേദി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഒരു സ്വപ്നമുണ്ട് ഇന്ത്യയെക്കുറിച്ച്. അദ്ദേഹം ആ സ്വപ്നം നെയ്തത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സബർമതി ആശ്രമത്തിൽ വെച്ചായിരുന്നു, ഗുജറാത്തിലെ. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മക്ക് സബർമതി എന്ന പേര് തന്നെ ഞങ്ങൾ കൊടുത്തത്. എല്ലാ തലങ്ങളിലുമുള്ള നല്ല ഈടുറ്റ പ്രവർത്തകരാണ്, കരുത്തുറ്റ പ്രവർത്തകരാണ് സബർമതിയുടെ അതിന്റെ ഏറ്റവും വലിയൊരു ഊർജം. സബർമതിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, അത് സാഹോദര്യത്തിന്റെ രാഷ്ട്രീയമാണ്. സബർമതിക്ക് ഒരു സംസ്കാരമുണ്ട്, അത് സാഹോദര്യത്തിന്റെ സംസ്കാരമാണ്. ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി മതമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ വേലിക്കെട്ടുകൾ പൊളിച്ച് ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്ന, വൈവിധ്യങ്ങൾക്കിടയിൽ ഒന്നിക്കുക എന്ന് പറയുന്ന, തീർച്ചയായും അടുത്ത തലമുറയിൽ നമുക്ക് ഈ സാഹോദര്യത്തിന്റെ വിത്ത് വിതച്ച് അവരെ ഈ നാടിന്റെ സാഹോദര്യത്തിന്റെ ഒരു പുതിയ മേച്ചിൽപ്പുറം സൃഷ്ടിക്കുന്നവരാക്കി മാറ്റുക എന്ന ഒരു വലിയ സ്വപ്നം പേറിയാണ് സബർമതി അതിന്റെ പ്രയാണം ആരംഭിച്ചത്. ആ പ്രയാണത്തിൽ 1 വർഷം പൂർത്തിയാകുമ്പോൾ സബർമതിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ഈ ശിവഗിരിയുടെ മണ്ണിലാണ്. 1 വർഷം മുമ്പ് സബർമതി ഇവിടെ ഉദ്ഘാടിക്കപ്പെടുന്നു. ഇന്ന് 1 വർഷം പിന്നിടുമ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്തോടെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ഗുരുവിന്റെ ഒരു ആശയത്തെ നെഞ്ചേറ്റുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇന്ന് ഞങ്ങൾക്ക് ഇതിന്റെ വാർഷികം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ അറിയപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ, മുൻ കളക്ടർ മുഹമ്മദ് ഹനീഷ് IAS ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നു. ബഹുമാനനായ സ്വാമി ധർമ്മചൈതന്യ ആലുവ അദ്വൈതാശ്രമത്തിന്റെ സെക്രട്ടറി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ചവറ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടർ ഫാദർ അനിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. കീഴ്മാട് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സ്നേഹ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന ഒരുപാട് മക്കൾ അണിനിരന്ന ഒരു സന്തോഷത്തിന്റെ മുഹൂർത്തമായിരുന്നു. അതിൽ ഒപ്പിയെടുക്കാൻ വന്ന നിങ്ങൾക്കും ഞങ്ങളുടെ നന്ദി, അകമഴിഞ്ഞ ഞങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഒരു നാടിന്റെ തന്നെ ഘനത നിറഞ്ഞൊരു കൂട്ടായ്മയുണ്ടാവും, സാഹോദര്യം നിറഞ്ഞൊരു കൂട്ടായ്മയുണ്ടാവും. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയാണ് ഈ കിഴുമാട്ടിൽ രൂപം കൊണ്ടിരിക്കുന്നത്. വരും കാലഘട്ടങ്ങളിലും എല്ലാവരും ഒരുമിച്ച് ഒരുമയോടെ കൊണ്ടുപോകും എന്നുള്ള ഒരാളോട് ചോദിക്കാൻ, ആരാണ് ഇതിനെ കുറിച്ച് പറയാൻ? എന്റെ പേര് മുരളി. ഞാൻ കീഴ്മാട് സൊസൈറ്റി പടിക്കടുത്താണ് താമസം. സബർമതി സൗഹൃദവേദിയുടെ 1ാം വാർഷികത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ഈ പ്രോഗ്രാം ഈ നാടിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ 1 വർഷം തികയുമ്പോൾ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം വളരെ മുന്നോട്ട് തന്നെ സൗഹൃദമായിട്ട് തന്നെ പോവുകയാണ്. വരും കാലഘട്ടങ്ങളിൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? സബർമതി ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇന്ന്
ഇന്ത്യയുടെ പോക്കിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കീഴ്മാട് പഞ്ചായത്തിന്റെ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ഈ സബർമതി ഇന്ന് അതിന്റെ ആദ്യ വാർഷികം പൂർത്തീകരിച്ചു. വരും ദിനങ്ങളിൽ കൂടുതൽ സജീവമായിക്കൊണ്ട് മറ്റു പ്രദേശങ്ങൾക്ക് മാതൃകയാവുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കാനാണ് ഈ സംവിധാനം ഉദ്ദേശിക്കുന്നത്. ഇത് ബഹുസ്വരമായ കൂടുതൽ ശക്തിയുള്ള ഊർജമുള്ള ഒരു കൂട്ടായ്മയായി രൂപപ്പെടുത്താൻ വരും ദിനങ്ങളിൽ ശ്രമിക്കും. സബർമതി സൗഹൃദ കൂട്ടായ്മയുടെ പ്രസിഡന്റ് അല്ലെ അശോകൻ ചേട്ടൻ നമസ്കാരം. എങ്ങനെയുണ്ടായി പരിപാടിയൊക്കെ, എന്താണ് പറയാൻ? നല്ല പ്രൗഢമായ പരിപാടിയായിരുന്നു. വിശിഷ്ടാദികള് എല്ലാവരും പങ്കെടുത്തു. ഇനി ഞങ്ങള് ഓഗസ്റ്റ് 15-ന് ഇതിലും വിപുലമായ രീതിയിൽ നാട്ടിലെല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താനായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതിന് എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. എല്ലാവരുടെയും സഹകരണങ്ങളും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സബർമതി സൗഹൃദ വേദിയുടെ അടുത്ത ഒരു ജനകീയനായ മെമ്പറാണ് നമ്മുടെ ആശി അല്ലെ. നമസ്കാരം. സബർമതി സൗഹൃദവേദിയുടെ 1ാമത്തെ വാർഷികം കൊണ്ടാടുന്ന വേള ഞങ്ങൾക്ക് അതീവ സന്തോഷകരമായ ഒരു അനുഭവമാണ്, ഒരു സായാഹ്നം, ഒരു ദിവസമാണെന്ന് ഞങ്ങൾക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മതസൗഹാർദ്ദത്തിന്റെയും സംസ്കാരത്തിന്റെയും സംഗമഭൂമിയായ ആലുവയുടെ തീരത്ത്, ഈ പെരിയാറിന്റെ തീരത്ത് അതിമനോഹരമായ ഒരു പഞ്ചായത്ത് ആണ് കീഴ്മാട് പഞ്ചായത്ത്. അതിലേറെ മനോഹരമായ ഒരു വേദിയാണ് സബർമതി സൗഹൃദവേദി. ഈ വേദിയിലേക്ക് ഇപ്പൊ നിലവിലുള്ളതും ഇനി വരാനുള്ളതും ആയ എല്ലാ പ്രവർത്തനങ്ങളും നാട്ടുകാരായ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ വേദിയോട് സഹകരിക്കുന്നുണ്ട്. അതിൽ അതിയായ സന്തുഷ്ടരാണ് ഞങ്ങളെല്ലാവരും. ഓരോ അടുത്ത പരിപാടി എന്താണെന്നതിൽ ഓരോ അംഗങ്ങളും തിരക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയേറെ ആവേശത്തോടുകൂടെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ മലയാറ്റൂർ തീർത്ഥാടകർക്ക് വേണ്ടി തണ്ണീർ പന്തൽ ഒരുക്കിയത് ഞങ്ങൾക്കൊരു നവ്യമായ അനുഭവമായിരുന്നു. അത് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പുണ്യപ്രവർത്തികൾ, സാംസ്കാരിക സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. ഈ വരുന്ന ആഗസ്റ്റ് 15 അതിന്റെ തുടർച്ചയുണ്ടാവും. നമ്മുടെ സ്വാതന്ത്ര്യ ദിനം അതിഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ വേളയിലേക്ക് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളെയും ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ വരും കാലഘട്ടങ്ങളിലും മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പോവുക എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ അബൂലൈസിനൊപ്പം വിനോദ് ചാക്യാർ, V1 ആലുവ.